نتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായ നേതാക്കള്, പണ്ഡിതന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ അർത്ഥഗർഭമായ ഒരു സംസാരമാണ് നാം ശ്രവിച്ചിട്ടുള്ളത്. നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ബഹുമാന്യ പണ്ഡിതൻ എം മദനി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂർവ്വമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പാരത്രിക ലോകത്തെ അദ്ദേഹത്തെയും നമ്മളെയും ഒക്കെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം, എന്തിനാണ് ഇത്തരം കൂട്ടായ്മകൾ, എത്രയോ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് അതുപോലെ തന്നെ ഇത്തരം ദിവസങ്ങളിൽ ഇതുപോലെ സംഘടിക്കുന്നത് എന്ന വിഷയത്തേക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ ബഹുമാന്യനായ അബ്ദുൽ കരീം കോച്ചേരി സ്വാഹിബ് നമ്മളുമായി സംസാരിക്കുകയുണ്ടായി. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റമദാനിലേക്ക്, റയ്യാനിലേക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് സ്വർഗത്തിലേക്ക് പോകാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മുതൽ കൂട്ടാകുന്ന കർമ്മമായി അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മഹനീയമായി തന്നെ പരിഗണിച്ച മാസം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കിയതുപോലെ ഒരുപാട് നോമ്പ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമാക്കിയ പരിശുദ്ധമായ ശഅബാൻ മാസം. ഈ ഒരു മാസത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, ആവേശത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ വിശുദ്ധ റമദാൻ ഞങ്ങളിലേക്ക് നീ ആഗ്രഹമാക്കണം. ആ റമദാനിൽ ജീവിക്കുവാനും ഒരുപാട് അഅ്മാലുകൾ നിർവഹിക്കാനും ഒക്കെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ എന്ന് തഖ്വയുള്ള, ഇഖ്ലാസുള്ള, തൗഹീദുള്ള, ഉള്ളിൽ ഈമാനിന്റെ അംശങ്ങളുള്ള നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന റമദാനിൽ ജീവിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള കാരണം നമുക്കറിയാം. വിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ അത് പുണ്യങ്ങളുടെ ഒരു പൂക്കാലമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹുവിന്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ കാരണമായി തീരുന്ന ഒരു പരിശുദ്ധമായ മാസമാണ് വിശുദ്ധ റമദാൻ. മനുഷ്യരാണ് നാം. നമ്മുടെ ഇന്നലകളിൽ പല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ അല്ലാഹുവിനോട് തൗബ ചെയ്ത് ആ പാപങ്ങളൊക്കെ ശുദ്ധീകരിച്ച് കഴുകിക്കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടാൻ, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവുകയാണ്. ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പോലെയല്ല, ഇന്ന് നാം എടുക്കുന്ന നോമ്പുകളെ പോലെയോ നമസ്കാരങ്ങളെ പോലെയോ സദഖകളെ പോലെയോ ഖുർആൻ പാരായണങ്ങളെ പോലെയോ അല്ല വിശുദ്ധ റമദാനിലെ നന്മകൾ. അതിനൊട്ടനവധി പ്രതിഫലങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് നമ്മെ പോലെയുള്ള വിശ്വാസികളൊക്കെ ആവേശത്തോടുകൂടെ ആ ഒരു റമദാനിനെ കാത്തിരിക്കുന്നത്. റമദാനിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ, നമ്മളൊക്കെ അറിയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് അത് നോമ്പ് തന്നെയാണ്. അതിന്റെ 30 പകലുകളിൽ നമ്മൾ നോമ്പെടുക്കുകയാണ്. എന്തിനാണ് നോമ്പ്? ഇതാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ആയുസ് ഇത്രയും കാലം നമുക്ക് നൽകിയിട്ടുണ്ട്. 40, 50, 60 ഒക്കെ വയസ്സുള്ള ആളുകൾ എന്റെ മുമ്പിൽ. ഒരുപാട് നോമ്പുകൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് റമദാനുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് നോമ്പ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളൊന്ന് പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്താം, കഠിനമായ ചൂടും അതുപോലെ തന്നെ 10ഉം 14ഉം മണിക്കൂറുകളൊക്കെ പ്രയാസപ്പെടുത്താം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്? അല്ല. വിശുദ്ധ റമദാനിൽ വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അതാണ് സൂറത്തുൽ ബഖറയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 183-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാണ്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പൂർവികരായ ആളുകൾക്കും നോമ്പ് നിർബന്ധമായി. അപ്രകാരം ഇതാ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു.
എന്തിനാണ് നോമ്പ്? ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ 30 ദിനരാത്രങ്ങളെ കൊണ്ട് നിങ്ങളെ ഒന്ന് ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സംസാരത്തിൽ മാറ്റം വരണം, പെരുമാറ്റത്തിൽ മാറ്റം വരണം, സ്വഭാവത്തിൽ മാറ്റം വരണം, ഒരു സംസ്കാരമുള്ള ഒരു നല്ല മനുഷ്യൻ. ഇന്നത്തെ നീയല്ല റമദാനിന് ശേഷം നീ, ഇന്നത്തെ മനുഷ്യനല്ല റമദാനിന് ശേഷമുള്ള മനുഷ്യൻ. ആകെ ഒരു പരിവർത്തനം സംഭവിച്ച വ്യക്തിയായിത്തീരണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മോട് പറയുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ നേരത്തെ പറഞ്ഞ കാര്യം സൂചിപ്പിക്കുകയാണ്. എത്ര റമദാനുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും എത്ര റമദാനിൽ സന്നിഹിതരായിട്ടുണ്ട്. എത്ര റമദാനുകളിൽ നോമ്പെടുക്കാനും അതിന്റെ രാവുകളിൽ ദൈർഘ്യമേറിയ ഖുർആൻ പാരായണങ്ങളെ കൊണ്ട് നിന്ന് നമസ്കരിക്കുവാനും അതിന്റെ പകലുകളിലും രാവുകളിലും ഒക്കെ ഒരുപാട് ഹത്മുകൾ തീർക്കുവാനും ഒരുപാട് ദിക്റുകളും നല്ല നല്ല പ്രവർത്തനങ്ങളും ഒക്കെ നിർവഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കുമൊക്കെ ഭാഗ്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ റമദാനുകൾക്ക് ശേഷം നമ്മുടെ സംസാരത്തിന് വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ, അവളോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സംസാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ, കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കടമകൾ തീർക്കുന്നതിൽ, ബാധ്യതകളിൽ, അവരോടുള്ള സംസാരങ്ങളിൽ, നോട്ടങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തുവാനും സംഭവിച്ചു പോയ അബദ്ധങ്ങൾ മായ്ച്ചു കളയുവാനും തിരുത്തുവാനും റമദാൻ നമ്മെ സഹായിച്ചിട്ടുണ്ടോ? വിശുദ്ധ റമദാൻ നമുക്ക് പ്രചോദനമേകിയിട്ടുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന് ഒരു പുതുമ നൽകിയിട്ടുണ്ടോ റമദാൻ? ഇനി ഒന്നുകൂടെ നമ്മൾ ആ ആയത്ത് പാരായണം ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു വിളിക്കുന്നത് ആരെയാ? യാ അയ്യുഹല്ലദീന ആമനൂ. നോമ്പ് ആർക്കാണ് നിർബന്ധം? നോമ്പ് റമദാൻ ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ, പത്രത്തിൽ, ടിവിയിൽ, വാർത്താ ചാനലുകളിൽ ഉണ്ടാകും ഇന്ന സെലിബ്രിറ്റി നോമ്പെടുക്കുന്നുണ്ട്, ഇന്ന രാഷ്ട്രീയ പ്രവർത്തകൻ നോമ്പെടുക്കുന്നുണ്ട്, അവര് ഇസ്ലാമല്ല, മുസ്ലിമല്ല, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, പക്ഷെ റമദാനിൽ 30 നോമ്പും അയാൾ എടുക്കുന്നുണ്ട്. ആർക്കാണ് നോമ്പ് നിർബന്ധം? അയാൾക്കാണോ നോമ്പ് നിർബന്ധം? ആ രൂപത്തിലുള്ള ആളുകൾക്കാണോ നോമ്പ് നിർബന്ധം? യാ അയ്യുഹല്ലദീന ആമനൂ, ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടുള്ളവരെ, അല്ലാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിച്ചവരെ, തൗഹീദുള്ളവരെ, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്കാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ പൂർവീകർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ഹൃദയത്തിൽ ഈമാനുള്ളവരെ, അല്ലാഹുവിൽ അചഞ്ചലമായ തൗഹീദുള്ളവരെ, അല്ലാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്നവരെ, നിങ്ങൾക്കും ഞാൻ ഇതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? അതേ, നിങ്ങൾക്ക് മാറ്റം വരണം, നിങ്ങളുടെ നോട്ടത്തിന് മാറ്റം വരണം, നിങ്ങളുടെ പെരുമാറ്റത്തിന് മാറ്റം വരണം, നിങ്ങളുടെ സംസാരത്തിന് മാറ്റം വരണം, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ഇടപെടക്കങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം തഖ്വയുണ്ടാകാൻ, സൂക്ഷ്മതയുണ്ടാകാൻ, ഇതിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വളരെ കൃത്യമായി നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മോട് ഈ ശഅബാനിൽ, ഈ റമദാൻ കഴിഞ്ഞു പോയിട്ടല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഈ റമദാനിൽ ഇന്നിന്റെ രാവുകളിലും പകലുകളിലും നമ്മൾ ആലോചിക്കണം, ഇനി വരാനുള്ള നോമ്പ് കഴിഞ്ഞ നോമ്പുകളെ പോലെ തന്നെയാണോ? അങ്ങനെ ഒരു 30 ദിവസം പട്ടിണിയൊക്കെ കിടന്ന് ഞാനും നോമ്പെടുത്തിട്ടുണ്ട്. എല്ലാരും പള്ളിയിലെ തറാവീഹിനൊക്കെ പോകുമ്പോൾ ഞാനും തറാവീഹിനൊക്കെ പോയിട്ടുണ്ട്.
അല്ലെ? എല്ലാരും ഒന്നും രണ്ടും ഹത്മൊക്കെ തീർത്തപ്പോ ഞാനും തീർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സായുജ്യമടയൽ, ഒരു ആത്മനിർവൃതി, ഒരു മനസ്സമാധാനം, ഇതിനുള്ളതാണോ മുമ്പ്? ഈ സമയത്ത് തന്നെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മളൊന്ന് ചോദിച്ചു നോക്കിയിട്ട് നമ്മൾ പറയുന്നതിൽ ഇല്ല. അങ്ങനെ പറയത്തക്ക പരിവർത്തനങ്ങളൊന്നും കഴിഞ്ഞ നോമ്പുകൾ, കഴിഞ്ഞ റമദാനുകൾ എനിക്ക് സമ്മാനിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, എന്നാണ് നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നതെങ്കിൽ, സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് ഞാനും നിങ്ങളും ആലോചിക്കണം. ഇനി വരുന്ന റമദാൻ അങ്ങനെയാവരുത്. അതിന് ഇപ്പൊ തന്നെ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നത് കൊണ്ട്, എന്റെ ജീവിതത്തിലെ റമദാൻ കൊണ്ട് അള്ളാഹു ലക്ഷ്യം വെച്ചത് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന റമദാനിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ഈ ശഅബാനിനെ ഞാൻ യാത്രയയക്കുക. അതിനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് അടുത്ത റമദാനിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുക. എന്താണ് അതിന്റെ ലക്ഷ്യം? ലഅല്ലകും തഖ്വൂൻ, തഖ്വയുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു മുത്തഖിയായി തീരും. എന്റെ ജീവിതത്തെ ഞാനൊന്ന് ഉടച്ചു വാർക്കാൻ ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന ഒരു തീരുമാനം ഇന്നത്തെ ഈ ഇരുത്തത്തിലെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം. അതിന് ഈ മാസം മുതൽ തന്നെ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം. തഖ്വ എന്താണ്? തഖ്വ എവിടെയാ തഖ്വ? നമ്മൾ പലവരെയും അയാൾ നല്ല മുത്തഖിയാണ്, അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ ഒരു സാലിഹാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പയാ നമ്മൾ പറയാ അയാൾ സ്ഥിരമായിട്ട് പള്ളിയിലേക്ക് വരുന്നുണ്ട്, അയാൾ നല്ല ഡ്രസ്സിംഗ് ആണ്, അയാള് ആരെങ്കിലുമൊക്കെ ചോദിച്ച വാരിക്കോരി കൊടുക്കുന്നുണ്ട്, നല്ല സംസാരമാണ്, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മുത്തഖിയാണ്, നല്ല തഖ്വയുള്ള മനുഷ്യനാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ എവിടെയാണ് തഖ്വ? അയാളുടെ വേഷവിധാനം കണ്ടിട്ട്, അയാളുടെ നമസ്കാരത്തിലെ ആ അടക്കവും ഒതുക്കവും കണ്ടിട്ട്, ആ പ്രത്യേകമായ ഭക്തി പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ നമുക്കൊരു ആളെ വിലയിരുത്താൻ പറ്റുമോ? എന്നെ നിങ്ങൾക്കോ നിങ്ങളെ എനിക്കോ അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഇവിടെയാണ്, ഈ നെഞ്ചകത്തിനുള്ളിലാണ് തഖ്വയുള്ളത്. ഈ നെഞ്ചകമാണ് മാറേണ്ടത്, ഈ ഹൃദയമാണ് മാറേണ്ടത്. നമ്മുടെ മനസ്സിനാണ് പരിവർത്തനം ഉണ്ടാവേണ്ടത്. നമ്മുടെ ശരീരത്തിനല്ല മാറ്റേണ്ടത്. ശരീരത്തിന് നോമ്പുകൊണ്ട് പല പരിവർത്തനം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റികളും രാഷ്ട്രീയ പ്രമുഖരൊക്കെ നോമ്പെടുക്കാനുള്ള കാരണം കൊളസ്ട്രോളിന് നല്ല വ്യത്യാസമുണ്ട്. ഷുഗറൊക്കെ ഒരു 30 നോമ്പ് കൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, നിയന്ത്രിതമാകുന്നുണ്ട്. ഇതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ശരീരത്തിലെ പുറമോടിയിലുള്ള ലക്ഷ്യമല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് നമ്മുടെ മനസ്സിന്റെ പരിവർത്തനമാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. നമ്മളൊരു നല്ല മനുഷ്യനായി തീരണം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. തഖ്വ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം. എന്താണ് തഖ്വ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ والعمل بالتنزيل والقناعة بالقليل والاستعداد ليوم الرحيل. വളരെ സുപ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹു തഖ്വയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു തരുന്നു. അതിലൊന്നാമത്തേത് എന്താണ്? അത്തഖ്വാ ഹിയൽ ഖൗഫു മിനൽ ജലീൽ. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ബോധമാണ്, ഭയമാണ്, സൂക്ഷ്മതയാണ് തഖ്വയുടെ അടിസ്ഥാനം. നമുക്കതുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ആ രൂപത്തിൽ പരസ്യമായും രഹസ്യമായും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം, ആൾക്കൂട്ടത്തിലാകുമ്പോഴും ഞാൻ ഒറ്റക്കാകുമ്പോഴും നന്മയോടുകൂടെ ജീവിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, തിന്മയിലേക്ക് പോകാതിരിക്കാൻ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തഖ്വയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം. എനിക്ക് എന്നെ അളക്കാൻ, നിങ്ങൾക്ക് നിങ്ങളെ അളക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തഖ്വയുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് അളക്കാൻ പറ്റില്ല. ഈ കൂടിയിരിക്കുന്നവരിൽ ആർക്കൊക്കെ തഖ്വയുണ്ട് എന്ന് എനിക്ക് അളക്കാൻ കഴിയില്ല. കാരണം ഇതിവിടെ
അള്ളാഹുവിനെ ഞാൻ എത്രത്തോളം സൂക്ഷ്മത, നിങ്ങളെടുത്ത് നല്ല സംസാരം, നല്ല പെരുമാറ്റം, അതൊക്കെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ എന്റെ രഹസ്യ ജീവിതത്തിലേക്ക് പോകുമ്പോ, ഞാൻ ഒറ്റക്കാകുമ്പോ, ആരോരും എനിക്ക് പരിചയമില്ലാത്തവർ ഉണ്ടാകുമ്പോ, അത്തരം ഒരു നാട്ടിലേക്ക് പോകുമ്പോ, അവിടെയും ആരും എന്നെ കാണുന്നില്ലെങ്കിലും, ആർക്കും എന്നെ ഇവിടെ പരിചയമില്ല എങ്കിലും, എന്റെ മാതാപിതാക്കൾ എന്നെ നോക്കുന്നില്ല, അവർക്ക് എന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കാൻ ഇപ്പൊ സാധ്യമല്ല എങ്കിലും, وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. നാമാണ് മനുഷ്യ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാൻ സാധിക്കും. നീ പ്രവർത്തിക്കേണ്ടതില്ല, നീ കാണിക്കേണ്ടതില്ല, നീ പരസ്യമായി പറയേണ്ടതില്ല, നീ പരസ്യമായി ചെയ്യേണ്ടതില്ല. നിന്റെ മനസ്സിനകത്ത് നീ ചിന്തിച്ചു കൂട്ടുന്ന ചിന്തകളുണ്ടല്ലോ, ഏത് രഹസ്യ കേന്ദ്രത്തിൽ പോയി തിന്മകൾ പ്രവർത്തിച്ചാലും അത്തരം പ്രവർത്തനങ്ങളൊക്കെ അതിസൂക്ഷ്മമായി എനിക്കറിയാൻ സാധിക്കുമെന്ന് റബ്ബ് പറഞ്ഞ ആ വർത്തമാനം, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നമ്മുടെ നാട്ടുകാരില്ലാത്തപ്പോ, നമ്മുടെ വീട്ടുകാരില്ലാത്തപ്പോ, നമ്മുടെ കുടുംബക്കാരില്ലാത്തപ്പോ, നമ്മുടെ മാതാപിതാക്കളില്ലാത്തപ്പോ, നമ്മൾ ബഹുമാനിക്കുന്നവർ, നമ്മൾ ഭയപ്പെടുന്നവർ ആരുമില്ലെന്ന് ഉറപ്പിച്ച് ഒരു തിന്മയ്ക്ക് വേണ്ടി ഒരു കൂട്ടുമ്പോ, അതിനുവേണ്ടി ഗൂഢാലോചനകൾ നടത്തുമ്പോ, അതിനുവേണ്ടി കാലെടുത്തു വെക്കുമ്പോ, അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോ, അല്ലാഹ് പറയുന്നു ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് അകന്നു നിന്നിട്ട് മനുഷ്യ ഒരു തിന്മയും നിനക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാണ് തഖ്വ, ഇതാണ് തഖ്വ. ഇങ്ങനെ ഒരു മനുഷ്യനായി നിന്നെ പരിവർത്തിപ്പിക്കാനാണ് കുതിബ അലൈക്കുമുസ് സിയാം. മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. പരിശോധിക്കണം. കഴിഞ്ഞ റമദാനുകൾ നാം നോറ്റ നോമ്പുകൾ നമുക്ക് പ്രചോദനമായിട്ടുണ്ടോ ഇങ്ങനെ നമ്മുടെ റബ്ബിനെ ഭയപ്പെടാൻ? അല്ല, റമദാനിൽ ഒരു പ്രത്യേക ടീമായി, ഒരു പ്രത്യേക നമസ്കാരക്കാരായി, ഒരു പ്രത്യേക നോമ്പുകാരായി പള്ളികളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ശവ്വാൽ പിറവിയോടുകൂടെ എല്ലാ തരത്തിലുള്ള നന്മകളും കൊട്ടിയടച്ച് ആ തിന്മകളുടെ വഴിയിലേക്ക് തന്നെ പോയവരാണോ നാം? ഇല്ല. അല്ലാഹ് പഠിപ്പിച്ച നോമ്പല്ല നമ്മൾ നോറ്റത് എന്നതിന്റെ പ്രകടമായ തെളിവായിരുന്നു. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽ ഖൗഫു മിനൽ ജഹൽ. ആ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞത് എന്താ? വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീം. പോകണം നമുക്ക്. അമുഖ ഭാഷണത്തിൽ, ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മൾ ശ്രമിച്ചതുപോലെ പോകണം നമുക്ക്. ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും യാത്ര പറയേണ്ടതാണ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് ഓരോരുത്തർക്കും പോകേണ്ടതാണ്. എപ്പോഴാത് അറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ചെറുപ്പക്കാരനാണോ, ആരോഗ്യമുള്ളവനാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, പണ്ഡിതനാണോ, പാമരനാണോ, ആരോഗ്യമുള്ളവനാണോ, രോഗശയ്യയിൽ കിടക്കുന്നവനാണോ, ഇതൊന്നും മാനദണ്ഡമല്ല. ഇതൊന്നും മാനദണ്ഡമല്ലാതെ അള്ളാഹു നമുക്കൊരു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കൊരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ആ അവധിയുടെ മുമ്പിൽ തലകുനിച്ച് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയണം. ആയത്ത് വേണോ, ഹദീസ് വേണോ? എന്തിനാണ്? എത്രയെത്ര ആളുകളാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് ഈ രൂപത്തിൽ നല്ല ആരോഗ്യമുള്ള യുവാക്കൾ, യുവതികൾ, നല്ല ആരോഗ്യമുള്ള ആളുകൾ, എത്രയെത്ര ആളുകളാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടുള്ളത്. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം നോമ്പെടുത്തവർ, നമ്മുടെ പള്ളികളിൽ സജീവമായവർ, ഇന്നവരിൽ പലരും പള്ളിക്കാട്ടിലാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ സമീപ പ്രദേശത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ വാർത്തകൾ. പലതും നമ്മെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്.
സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്തകൾ കേട്ടപ്പോ ഇന്നലെയും ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതല്ലേ, ഇന്നലെയും ഞങ്ങൾ ഒന്നിച്ച് കളിച്ചതല്ലേ, ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര പോയത്. സുബഹിക്ക് ആ മരണ വാർത്ത കേട്ടിട്ട് അതിശയിച്ച് ഞെട്ടിത്തരിച്ച് വിശ്വസിക്കാൻ സാധിക്കാതെ നമ്മൾ ഓരോരുത്തരും നിന്നുപോയ സംഭവങ്ങൾ എത്രയാ. അതുകൊണ്ടാ കവി പറഞ്ഞത് തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു മിനൽ ഫജ്രി. മനുഷ്യ, നിനക്കുള്ള രാവുകളും പകലുകളുമാണിത്. അള്ളാഹു നിനക്ക് അനുഗ്രഹിച്ചു നൽകുന്ന മണിക്കൂറുകളാണിത്, സെക്കൻഡുകളും ആഴ്ചകളാണിത്, മാസങ്ങളാണിത്, വർഷങ്ങളാണ്. 10, 30, 40, 50, 60, 70, 80 വർഷം ജീവിക്കാൻ ഈ ഭൂമി ലോകത്ത് നിനക്ക് റബ്ബ് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വലിയ നിഅമത്താണെന്ന തിരിച്ചറിവ് മനുഷ്യ നിനക്കുണ്ടാവണം. അതുകൊണ്ട് തസവ്വദ് മിനദ് ദുനിയാ, നീ വളരെ ഗൗരവത്തോടുകൂടെ തന്നെ അതൊക്കെ പരലോക ജീവിതത്തിൽ വിജയിക്കാൻ ഉതകുന്ന രൂപത്തിൽ ആ മണിക്കൂറുകളെ, സെക്കൻഡുകളെ നീ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ ലോകത്ത് എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, അതിനുവേണ്ടി നന്മകൾ സ്വരുക്കൂട്ടുവാൻ, ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള പാതേയം തയ്യാറാക്കുവാൻ ഈ സമയത്തെ വിവേകത്തോടെ, തിരിച്ചറിവോടെ മനുഷ്യ നീ ഉപയോഗപ്പെടുത്തണം. കാരണം ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ഈ ക്ലാസും കഴിഞ്ഞ് നമ്മൾ ഇശാ നമസ്കരിച്ച് നമ്മുടെ വീടകത്തിലേക്ക്, നമ്മുടെ ബെഡ്റൂമിലേക്ക് ചെന്ന് ആ ബെഡിൽ നമ്മൾ ഓരോരുത്തരും കിടന്നുറങ്ങിയാൽ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം. എഴുന്നേറ്റ് പള്ളികളിലേക്ക് വരൂ എന്ന മുഅദ്ദിന്റെ ബാങ്കുലി കേട്ട് പള്ളിയിലേക്ക് പോകുന്ന ഉപ്പമാര്, പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാര്, പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ, അതാ നാളെ ഒരു പക്ഷെ നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് വന്നേക്കാം. ഇന്ന് കിടന്നുറങ്ങി. സാധാരണ ഉപ്പ പോകുന്നതാണ് പള്ളിയിൽ. എന്തേ ഇന്ന് കതക് തുറക്കാത്തത്? ഒന്ന് കൊട്ടി നോക്കി, ഇല്ല തുറക്കുന്നില്ല. ആ നമ്മൾ തന്നെ തുറന്നകത്ത് പ്രവേശിച്ചു നോക്കി, വിളിച്ചു നോക്കി, വിളിക്ക് മറുപടി ലഭിക്കുന്നില്ല. ഉപ്പയെ പോയിട്ട് നമ്മളൊന്ന് തൊട്ടു നോക്കിയപ്പോ, നമ്മൾ ആ ശരീരം ഒന്ന് വിളിച്ച്, ശരീരം ഒന്ന് തൊട്ടു വിളിച്ചു നോക്കിയപ്പോ തണുത്തുറഞ്ഞു പോയ സംഭവങ്ങൾ, തണുത്തുറഞ്ഞുപോയ സംഭവങ്ങൾ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. അതാ കവി പറഞ്ഞത് ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ആർക്കാണ് ഗ്യാരണ്ടിയുള്ളത്? ആർക്കാണ് ഗ്യാരണ്ടിയുള്ളത് ഏത് സമയമാണ് മരണമെന്നത്? അതുകൊണ്ട് നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തണമെന്ന ഈ ആരോഗ്യത്തെ കുറിച്ചിട്ടാണോ? എത്ര ആരോഗ്യമുള്ള ആളുകളാണ് നമ്മോട് യാത്ര പറയുന്നത്. എത്രയെത്ര കൗമാരത്തിലും ചെറുപ്പത്തിലുമുള്ള ആളുകളാണ് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നത്. ഒരു ജലദോഷം പോലുമില്ലാതെ, ഒരു തലവേദന പോലുമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് എത്രയെത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരികളും യുവതികളും യുവാക്കളുമാണ് യാത്ര പറയുന്നത്. ആരോഗ്യത്തെയാണോ, നിന്റെ യുവത്വത്തെയാണോ, നിന്റെ പ്രായത്തെയാണോ മനുഷ്യ നീ മാനദണ്ഡമാക്കുന്നത്? ഇല്ല. നിന്റെ അവധി കഴിഞ്ഞാൽ അത് അല്ലാഹുവിന് മാനദണ്ഡമല്ല മനുഷ്യ. ഇനിയോ രോഗമുണ്ടായാൽ മരിക്കുമെന്നാണോ? വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഏറിയാൽ 2 ആഴ്ച. ഇങ്ങനെയാ ഡോക്ടർമാര് വിജയിക്കുന്നത്. കൊണ്ടുവന്നു നമ്മുടെ വീടകത്തിലേക്ക്. കൊണ്ടുവരുമ്പോ തന്നെ നമ്മൾ എല്ലാവരെയും അറിയിച്ചു, ഇനി കാണാനുള്ളവരൊക്കെ കണ്ടോളൂ, ഇനി കൊടുക്കാനുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. എന്തായാലും ഇനി നമ്മുടെ ഉപ്പാക്ക്, നമ്മുടെ ഉമ്മാക്ക് 2 ആഴ്ചയാണ് ഡോക്ടർ അവധി പറഞ്ഞത്. അതുപോലെ തന്നെയാണ്. അങ്ങനത്തെ എത്രയെത്ര ആളുകളാണ് കാലങ്ങളായി അവര് ജീവിക്കുന്നില്ലേ?
കാലങ്ങളായി വാട്ടർ ബെഡിലാണ്. ശരീരത്തിന്റെ പുറം ഭാഗവും ശരീരത്തിന്റെ മൃദുലമായ പല ഭാഗങ്ങളും ഇന്ന് പൊട്ടിയൊലിക്കുന്നുണ്ട്. മലമൂത്ര വിസർജനങ്ങൾ പോലും അവര് ബെഡിലാണ് നിർവഹിക്കുന്നത്. അങ്ങനെ ആരോഗ്യം അവർക്കില്ല, രോഗമായി കൊണ്ട് പ്രയാസത്തിലാണ്. പക്ഷേ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിധി നിശ്ചയിച്ചിട്ടില്ല, അവർക്ക് അവധി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാര് 2 ആഴ്ച പറഞ്ഞത് 2-4 വർഷമായി നമ്മുടെ വീടകങ്ങളിലെ അതൊന്നും മനുഷ്യാദി മാനദണ്ഡമാക്കരുത്. അതുകൊണ്ടാ പറഞ്ഞത് ഉപയോഗപ്പെടുത്താം, കിട്ടുന്ന സമയം നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്നാണ്. അല്ലാഹുവിനെ ഭയപ്പെടുക. മരണം ഏത് സമയവും ഉണ്ടാകും, അതിനു വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞു, അന്നൽ അമാല ളാഹിറ ലാ യഹ്സിദു തഖ്വ. പുറമോടി ഉണ്ടല്ലോ, പുറത്ത് കാണിക്കുന്നതുണ്ടല്ലോ, ഞാനൊരു വലിയ കൊടുക്കുന്ന ആളാണ്, ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഞാൻ വലിയൊരു ഇബാദത്തൊക്കെ ഉള്ള മനുഷ്യനാണ്, ഇതൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രകടന സ്വഭാവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം യഥാർത്ഥത്തിൽ തഖ്വ. ഇത് ഹൃദയത്തിലുണ്ടാകുന്നതാണ്. അതിന്റെ പ്രകടനം അത് സ്വഭാവത്തിലുണ്ടാകും, അത് പെരുമാറ്റത്തിലുണ്ടാകും. അതാ അല്ലാഹു പറഞ്ഞതിലെ അല്ലക്കും തത്തഖൂൻ. ആദ്യം നിങ്ങൾ എന്തുണ്ടാവണം? ഹൃദയം ശുദ്ധിയാവണം, ഹൃദയം നന്നാക്കാൻ കഴിയണം. അപ്പൊ നമ്മുടെ നാവ് നന്നാവും, നമ്മുടെ കണ്ണിന്റെ നോട്ടങ്ങൾ നന്നാവും, നമ്മുടെ കാതിന്റെ കേൾവികൾ നന്നാവും, എന്റെ പെരുമാറ്റങ്ങൾ നന്നാവും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും. മനുഷ്യരെ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സ്വഭാവങ്ങളിലേക്കല്ല അല്ലാഹുവിന്റെ നോട്ടം, വലാ ഇലാ സുവരികും, നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല. ഇവിടേക്കൊന്നുമല്ല അല്ലാഹുവിന്റെ നോട്ടം, മറിച്ച് അല്ലാഹുവിന്റെ നോട്ടം വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. ഇങ്ങോട്ടാ? ഇലാ ഖുലൂബികും. അല്ലാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ഖൽബ് നന്നാവാൻ വേണ്ടിയിട്ടാണ്, മനസ്സ് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലും ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. അതെങ്ങാനും നന്നായാൽ ആ മനുഷ്യൻ ഒന്നാകെ നന്നായി തീർന്നിരിക്കുന്നു. വൈദാ ഫസദത്, അതെങ്ങാനും കേടുവന്നാലോ, അതെങ്ങാനും മോശമായാലോ, ഫസദൽ ജസദു കുല്ലു, ആ മനുഷ്യൻ തീർത്തും മോശമായിരിക്കുന്നു. അലാ വഹിയൽ ഖൽബ്, അലാ വഹിയൽ ഖൽബ്, അറിയണേ അത് ഹൃദയമാണ്, അറിയണേ അത് നമ്മുടെ ഹൃദയമാണ്, ഖൽബാണ്. ശുദ്ധീകരിക്കേണ്ടത് എന്തിനെയാ? ഹൃദയത്തെ. ശുദ്ധീകരിക്കേണ്ടത് ഹൃദയത്തെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇതിനാണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ നോമ്പിന്റെ അവസ്ഥ കേവലം അന്നപാനീയങ്ങളിൽ നിന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നിട്ട് നമ്മൾ പറയും നോമ്പാണ്. ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, എനിക്ക് നോമ്പാണ്, എന്റെ ഭാര്യക്ക് നോമ്പാ, എന്റെ ഭർത്താവിന് നോമ്പാ, എന്റെ മക്കൾക്ക് നോമ്പാ, ഞങ്ങൾക്കൊക്കെ നോമ്പാ. എന്തേ കാരണം? ഞാൻ സുബഹിന്റെ മുമ്പാണ് ഭക്ഷണം കഴിച്ചത്. എന്തേ കാരണം? ഇനി മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്താലേ ഞാൻ നോമ്പുറക്കൂ. എനിക്ക് നോമ്പല്ലേ? നോമ്പാണ്. സത്യത്തിൽ ഇതാണോ? ഈ ഒരു ചടങ്ങിന്, ഈ ഒരു ആചാരത്തിനാണോ നമ്മൾ നോമ്പ് എന്ന് പറയുന്നത്? അള്ളാഹു പഠിപ്പിച്ച നോമ്പ് ഇതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നോമ്പ് ഇതാണോ? ഇതാണ് മനസ്സിനൊരു പരിവർത്തനമില്ലാത്ത, നമ്മുടെ സ്വഭാവത്തിന് പരിവർത്തനം സംഭവിക്കാത്ത, നാവിനെ നിയന്ത്രിക്കാത്ത, കാതിനെ നിയന്ത്രിക്കാത്ത, കണ്ണിനെ നിയന്ത്രിക്കാത്ത, കേവലം ആമാശയത്തിന് മാത്രം ഒരു അവധി കൊടുക്കുന്ന കുറച്ച് സമയം ഒരു വിശ്രമം കൊടുക്കുന്ന നോമ്പ് ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇങ്ങനത്തെ ഒരു നോമ്പല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ഗൗരവമുള്ള ഒരു ഹദീസ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. എത്ര ഗൗരവമുള്ള വിഷയമാണ്. പ്രവാചകൻ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയാണ്. ആരാണ് അയാൾ? മൻ, ഒരാളാണ് അവിവേകമായ പ്രവർത്തനങ്ങൾ അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. മോശമായ സംസാരങ്ങളിൽ നിന്ന്, മോശമായ നോട്ടങ്ങളിൽ നിന്ന്, മോശമായ കേൾവിയിൽ നിന്ന് ഇതൊന്നും മാറി നിൽക്കാൻ അയാൾ തയ്യാറല്ല. തന്റെ കാതിനെയോ കണ്ണിനെയോ നാവിനെയോ ഒന്നും, തന്റെ പ്രവർത്തനത്തെ ഒന്നും നിയന്ത്രിക്കാൻ അയാൾ തയ്യാറല്ല. എന്നിട്ട് റസൂലുള്ള പറയാണ്, എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ. ഇത്ര ഗൗരവമാണ് പ്രവാചകന്റെ വാക്ക്. ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അല്ലാഹുവിന് ഒരു ആവശ്യവുമില്ല മനുഷ്യ അയാൾ വെള്ളം കുടിക്കാതിരിക്കണം, അയാൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കണം, ഭക്ഷണം കഴിക്കാതിരിക്കണമെന്ന് അല്ലാഹുവിന് ആവശ്യമില്ല കൂട്ടരേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ഗൗരവമാ പ്രവാചകന്റെ പദപ്രയോഗം. നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് അല്ലാഹുവിന് ആവശ്യമില്ലെന്നല്ല. പ്രവാചകന്റെ ആ പദപ്രയോഗം ശ്രദ്ധിച്ചോ. ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അല്ലാഹുവിന് ആവശ്യമില്ല അൻ യദഅ തആമഹു വശറാബഹു, വെള്ളം കുടിക്കാതിരിക്കണമെന്നും ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നും. കാരണം അതെന്താ? അതൊരു പട്ടിണിയാണ്, അത് നോമ്പല്ല. അത് അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തരുന്നു. അഥവാ നോമ്പ് എന്നാൽ അത് ആമാശയത്തിന് മാത്രമുള്ളതല്ല. നോമ്പ് നമ്മുടെ കണ്ണിന് നോമ്പുണ്ടാവണം, നമ്മുടെ കാതിന് നോമ്പുണ്ടാവണം, നമ്മുടെ സംസാരത്തിന് നാവിന് നോമ്പുണ്ടാവണം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സിയാമു ജിന്നത്തുൻ, നോമ്പ് എന്നാൽ അതൊരു പരിചയാണ്, അതൊരു പരിചയാണ് നോമ്പ്. ഫലാ യർഫുദു വലാ യദ്ഹൽ വഇൻ ഇംറുഉൻ ഖാതലഹു ഔ ശാതമഹു ഫൽയഖുൽ ഇന്നി സായിമുൻ. നോമ്പുകാരനോട് പറഞ്ഞു, ഒരാൾ നമ്മളോട് ശണ്ട കൂടാൻ വന്നാൽ, നമ്മളോട് വഴക്കിടാൻ വന്നാൽ നോമ്പുകാരൻ എന്ത് ചെയ്യണം? നിന്നോട് അങ്ങനെ പറയാൻ അല്ലേ? നിന്റെ വാപ്പാനെ പറയാൻ, നിന്നോട് അങ്ങനെ ചോദിക്കാൻ ഓൻ ആരാണ്? നീ രണ്ട് പറഞ്ഞിട്ടെന്നെ അല്ല. നീ നിന്റെ നാവിനെ നിയന്ത്രിക്കണം, നീ നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം, നിന്നെ മൊത്തത്തിലൊന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു സെൽഫ് കൺട്രോൾ ഉള്ള മനുഷ്യനായിട്ട് നീ മാറണം. ഞാൻ നോമ്പുകാരനാണില്ല, നീയുമായി വഴക്കിന് ഞാനില്ല, നിന്നോട് ഈ രൂപത്തിലുള്ള അവിവേക രൂപത്തിലുള്ള സംസാരത്തിന് ഞാനില്ല. കാരണം ഞാൻ നോമ്പുകാരനാണ്, എനിക്കിത് പാടില്ല, ഞാൻ ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറല്ല. ഇന്നി സ്വായിമുൻ, ഇങ്ങനെ പറയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നോമ്പ് നോറ്റിട്ട് അല്ലേ സമയം ചെലവഴിക്കണ്ടേ? മൊബൈലൊക്കെ ഇങ്ങനെ പലതും കണ്ട് ഇങ്ങനെ തോണ്ടിയാൽ മതി നമുക്കില്ലേ? നമുക്ക് ഇഷ്ടമുള്ളത്ര സമയം മണിക്കൂറുകൾ ചെലവഴിക്കാൻ, റീലുകൾ കാണാൻ, ഷോർട്സ് അത് കാണാൻ ഇഷ്ടംമാതിരിയുണ്ട്. ഇങ്ങനെ തൊട്ടു നോക്കിയാൽ മതി. ഇനിയോ ആ ഒരു ഏജ് കഴിഞ്ഞ ആളുകൾക്കോ അവർക്ക് ഇങ്ങനെ പീഡികത്തുണ്ണകൾ, ബസ് സ്റ്റോപ്പുകൾ, അങ്ങാടികൾ, ബെഞ്ചുകൾ. എന്തിനാണ്? സംസാരിക്കാൻ. എന്താണ് സംസാരം? മറ്റുള്ളവരെ കുറിച്ചിട്ടാണ് സംസാരം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ പരദൂഷണവും ഗീബത്തുമായി കൊണ്ട് മറ്റ് സഹോദരങ്ങളുടെ പച്ചമാംസം കൊത്തിമരിക്കുന്ന രൂപത്തിലുള്ള സംസാരം. പക്ഷേ നോമ്പാ. എന്തേ കാരണം? തായം കഴിച്ചിട്ടുണ്ട്, സുബഹിന്റെ മുമ്പാ, പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇനി മഗ്രിബിനാ. പക്ഷേ പീഡികത്തിണ്ണകളിലും ബെഞ്ചുകളിലും അങ്ങാടികളിലും പള്ളിയുടെ ഓരത്തുമൊക്കെ ഇരുന്നിട്ട് സംസാരം മറ്റുള്ളവരെ കുറിച്ചിട്ടാണ്, അതിന്റെ കുറ്റവും കുറവും പറയലാണ്. ഇന്നും പലർക്കും അറിയാത്ത വിഷയമാണ്. അത് പറഞ്ഞാ പറയും, ആ ശരി, ഫോൺ നമ്പർ ഇതാ, ഒന്ന് വിളിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് ഇല്ലാത്തതാണോ, ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതല്ലേ. ന്യായം, ഗീബത്തിന് ന്യായം പറയുന്നത് എന്താ? മുസ്ലിമീങ്ങളായ തൗഹീദുള്ളവര് പോലും
മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമ്പോ, മറ്റുള്ളവരുടെ കുറവുകൾ പറയുമ്പോ ന്യായം പറയലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ സദസ്സിലെ ജനങ്ങളോട് ചോദിച്ചു, സഹോദരങ്ങളെ, സഹാബത്തെ, അത്തദറൂന മൽ ഗീബ, എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്. ഗീബത്ത് എന്നാൽ നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. അല്ലാഹു വറസൂലുഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ കുറിച്ച് നീ പറയുന്നതാണ് അവന് വെറുപ്പ്, അവന് ഇഷ്ടമില്ലാത്തത് നീ പറയുന്നതാണ് ഗീബത്ത്. സഹാബത്തിന്റെ ഭാഗത്തു നിന്ന് ചോദ്യം, എങ്ങനെ? നിന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് നീ പറയുന്നതാണ് ഗീബത്ത്. സഹാബത്തിന് സംശയമുണ്ടായി, റസൂലേ, ഞങ്ങൾ പറഞ്ഞത് അത് സത്യമാണെങ്കിലോ? നമ്മൾ പറയലില്ലേ, വിളിച്ചോക്ക്, ഞാൻ കണ്ടതാ, സത്യല്ലേ ഞാൻ പറഞ്ഞത്, അത് ഉള്ളതല്ലേ എന്നൊക്കെ നമ്മൾ പറയും. അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് മറിച്ച് ചോദിച്ചപ്പോ സഹാബത്തിനും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നു, ഇൻകാന ഫീഹി മാ തഖൂലു വഖദ് ഇഗ്തബത, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നീ കണ്ടതാണ് പറയുന്നതെങ്കിൽ അതാണ് ഗീബത്ത്. ഫഇല്ലം യകുൻ ഫീഹി വഖദ് ബഹത്ത, ഇനി ഇല്ലാത്തതാണ് പറഞ്ഞതെങ്കിൽ അതിന് കള്ളമെന്നാണ് പറയുന്നത്. എന്താണ് ഗീബത്ത്? ഉള്ളത് പറയുന്നതാണ്. ഇത്ര ഗൗരവമുള്ള വിഷയം. അല്ലാഹ് എന്താ ഇതിനെ കുറിച്ച് പറഞ്ഞത്? അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ, നിങ്ങളുടെ സഹോദരന്റെ മയ്യത്ത് ഇവിടെ വെച്ചിട്ട് ആ സഹോദരൻ ആലോചിച്ച് നോക്കൂ, മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ, ഇമാജിൻ ചെയ്ത് നോക്കൂ. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, നമ്മുടെ അനുജ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അല്ലാഹ് ചോദിക്കുന്നു, ആ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന്, ആ മയ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മാംസക്കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് അത് ഭക്ഷിക്കാൻ മനുഷ്യ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആലോചിക്കാൻ പോലും നിനക്ക് പ്രയാസമുണ്ടല്ലേ? ഗീബത്ത് പറയുന്ന വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിച്ചോന്ന അല്ലാഹ് ഉദാഹരിച്ചത് എന്തിനോടാ? എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. നമ്മുടെ നാവിന് നോമ്പുണ്ടാവണം, നമ്മുടെ കണ്ണിന് നോമ്പുണ്ടാവണം, നമ്മുടെ മനസ്സിന് നോമ്പുണ്ടാവണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, ജീവിതത്തിൽ മുഴുവനും നോമ്പുണ്ടാവണം. ഈ രൂപത്തിലൊന്നും നിയന്ത്രിക്കാത്ത അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർ നേടിയത് കേവലം വിശപ്പ് സഹിച്ചു എന്നത് മാത്രമാണ്. എന്തേ കാരണം? അവര് പട്ടിണി കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയെത്ര നിസ്കാരക്കാരാണ് രാത്രി ദൈർഘ്യമേറിയ നമസ്കാരം കൊണ്ട്, ഖുർആൻ പാരായണങ്ങളെ കൊണ്ട് സജീവമാക്കിയിട്ടുണ്ട്. 10 മണിക്കും 9 മണിക്കും ഒക്കെ കിടക്കുന്ന ആളുകൾ, അവര് കിടക്കാൻ 11 മണിയും 12 മണിയൊക്കെ ആവുന്നുണ്ട്. അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ അവരുടെ നമസ്കാരം കൊണ്ട് അവരൊന്നും നേടിയിട്ടില്ല. കാരണം എന്താ? അവര് പള്ളിയിൽ പോയിട്ടുണ്ട്. നിസ്കരിക്കാത്തോണ്ടല്ല, നോമ്പെടുക്കാത്ത, പകല് ഭക്ഷണം കഴിച്ചോണ്ടല്ല, മറിച്ച് അവരുടെ ആമാശയത്തിന് മാത്രമായിരുന്നു. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ നോമ്പെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നോമ്പിനെയാണ് ഞാൻ നിങ്ങളും പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ നോമ്പെടുക്കാനും അങ്ങനെ അമാലികൾ നിർവഹിക്കാനുമാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ആ വിശുദ്ധ റമദാനിന് നോമ്പെടുക്കാൻ അല്ലാഹ് കാരണം പറഞ്ഞത് എന്താ? ഞാൻ ആദ്യം ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനം, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതേ പരിശുദ്ധ റമദാൻ, ഇതിനെ റമദാനാക്കിയത്, ഈ റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണം ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസമാണിത്. ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ മാസമാണിത്. ഹുദല്ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഖുർആൻ,
അതുകൊണ്ട് ആ ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ മാസമായതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആ മാസത്തിൽ സന്നിഹിതരാവുന്നവർ, അതിൽ സാക്ഷി നിൽക്കുന്നവർ, അതിൽ സാക്ഷിയാവാൻ ഭാഗ്യം ലഭിച്ചവർ അവര് നോമ്പെടുക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തേ നോമ്പിന്റെ കാരണം? ഖുർആനിന്റെ അവതരണം. അപ്പൊ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്താ? ഖുർആൻ, അതുമായി വേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് ഖുർആനിൽ നിന്ന് ആളുകൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനാണ് നമ്മുടെ ആയുധം, ഖുർആനാണ് നമ്മുടെ ഗൈഡൻസ്, ഖുർആനാണ് നമ്മുടെ മാർഗദർശനം. അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് വെളിച്ചത്തിന്റെ പാന്താവിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഗ്രന്ഥം നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മിൽ എത്ര പേർക്ക് ഖുർആൻ അറിയാം? ഖുർആൻ ജീവിതമനുസരിച്ച് പാരായണം ചെയ്യാൻ ചെറിയ സൂറത്തുകളെങ്കിലും, നമസ്കാരങ്ങളിൽ ഓതുന്ന സൂറത്തുകളെങ്കിലും തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ നമ്മിൽ എത്ര പേർക്കറിയാം? നമ്മളാരും കുറ്റപ്പെടുത്താനൊന്നുമല്ല, നമ്മളാരെയും മോശക്കാരാവാനുമില്ല. നമ്മൾ ആലോചിക്കണ്ടേ? നമ്മളല്ലേ പറയുന്നത് ഖുർആനിന്റെ ആളുകളാണ്, നമ്മളല്ലേ പറയാറ് ഞങ്ങൾ ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന്. അങ്ങനെ പറയുന്ന നമ്മുടെ കാര്യം എന്താണ്? ഖുർആനിന്റെ അവസ്ഥ, ഖുർആൻ നമ്മളുമായുള്ള ബന്ധം എന്താണ്? കേവലം ഒരു റമദാൻ വരുമ്പോഴെങ്കിലും അതൊന്ന് പഠിക്കാനും, അതൊന്ന് മനസ്സിലാക്കാനും, അതുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും, ശേഷമുള്ള മാസങ്ങളിലേക്കും അതൊന്ന് നിലനിർത്തി കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ തയ്യാറാവണ്ടേ? കാരണം എന്താ? റമദാനിനെ റമദാനാക്കിയത് അത് ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാവണം എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാൻ. അതേ രൂപത്തിൽ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ പരിശോധിക്കണം. നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് പള്ളികളുണ്ട്, അല്ലേ? നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് പള്ളികളുണ്ട്. ഇനി കുറച്ചകലെയാണ് പള്ളിയെങ്കിലും ആലോചിച്ച് നോക്കൂ, നമ്മൾ നടന്നു പോണോ ഇന്ന് പള്ളിയിലേക്ക്? ഇന്ന് നമ്മൾ നടന്നു പോണോ പള്ളിയിലേക്ക്? ജമാഅത്ത് നമസ്കാരത്തിന് നമ്മൾ കാൽനടയായി പ്രയാസപ്പെട്ടു പോകേണ്ടതുണ്ടോ? ഇന്ന് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്! 4 വീലുള്ളതും 2 ചക്രമുള്ളതുമൊക്കെ നമ്മുടെ വീടുകളിലില്ലേ? എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതിന് ശുക്ർ ചെയ്തുകൊണ്ട് പള്ളികളിലേക്ക് ബാങ്കുലികൾ കേൾക്കുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന് പോകാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ മക്കളെ അങ്ങനെ ജമാഅത്തിന് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള ഒരു ചട്ടക്കൂടുള്ള ഒരു വീട്, ഒരു ഭവനം അത് സൃഷ്ടിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ വേറെ ആരെയും കുറ്റപ്പെടുത്താനല്ല, സ്വയം ഒരു പരിശോധനയ്ക്ക്. അല്ല, നമ്മൾ എന്തിനാ തയ്യാറാവുന്നത്? റമദാൻ വരട്ടെ, അല്ലേ? റമദാൻ വരട്ടെ. റമദാൻ വരുമ്പോ സുബഹിക്ക് പള്ളിയിൽ ആള് കൂടൂലേ? നമസ്കാരത്തിന് ആള് കൂടൂലേ? എന്തേ ആ മനുഷ്യരൊന്നും അല്ലാത്ത സന്ദർഭങ്ങളിൽ അവിടെ ഇല്ലേ? അയാൾ ഷാബാനിൽ അവിടെ ഇല്ലേ? റജബിലില്ലേ? ശബ്ബാനിൽ ഉണ്ടാകൂലേ? എന്ത്? പക്ഷേ പള്ളിയിലേക്ക് എത്തുന്നില്ല. റമദാനിൽ എന്തിനാ എത്തുന്നത്? നല്ലൊരു വിഭാഗം ഞാൻ സൂചിപ്പിച്ചതുപോലെ തഖ്വയുള്ളവരുണ്ടാവും. വേറെ കുറെ വിഭാഗം എന്തായാലും പൊളിച്ച് പിടിക്കുന്നതല്ലേ, അത്തായം കഴിക്കാൻ എന്തായാലും നീക്കണല്ലോ, അതുകൊണ്ട് സുബഹി നിസ്കരിച്ചാളാം, അതുകൊണ്ട് പള്ളിയിൽ പോയി കാണാൻ. എല്ലാരും പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചെങ്ങായി റമദാനിലും നന്നായിട്ടില്ലേ എന്ന് ആളുകൾ ഇന്ന് വിലയിരുത്തൂലേ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ ഇടയിൽ ആളുണ്ടാകും. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമുക്കൊരാളെയും അളക്കാൻ കഴിയില്ല, ഒരാളെയും നമുക്ക് അളക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അളക്കാൻ കഴിയും നമ്മെ സ്വയം. എനിക്കെന്നെ അളക്കാൻ കഴിയും, നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളെ അളക്കാൻ കഴിയും. ഞാൻ എന്തുകൊണ്ടാ പള്ളിയിലേക്ക് പോകുന്നത്? അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടാണോ? അല്ല. എന്റെ ഉപ്പാനെ ഭയപ്പെട്ടിട്ടാണോ? ഭാര്യയെ ഭയപ്പെട്ടിട്ടാണോ? ഭർത്താവിനെ ഭയപ്പെട്ടിട്ടാണോ? കുടുംബക്കാരെ ഭയപ്പെട്ടിട്ടാണോ? നാട്ടുകാരെ, പള്ളിയിലെ ഇമാമിനെ, മഹല്ലി നിവാസികളെ അവര് ചോദിക്കുന്നത് എന്തിനാ ഞാൻ പോകുന്നത്? അതല്ല, അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചിട്ടാണോ?
അവന്റെ കൽപ്പന വിധിവിലക്കുകൾ അംഗീകരിച്ചിട്ടാണോ? നമ്മൾ സ്വയം ചോദിക്കണം. എന്നിട്ട് വേണം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. ഇവിടെ പോരായ്മകളുണ്ടെങ്കിൽ ഇപ്പം തീർക്കണം. ഇപ്പം മുതൽ റമദാനാവാൻ നമ്മൾ കാത്തിരിക്കരുത്. ഇപ്പം മുതൽ എന്ത് ചെയ്യണം? നമ്മൾ തീർക്കണം. ഞാനധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് അല്പം ഗൗരവമുള്ള ഒരു വിഷയമാണ്. റമദാനിലെ ആവേശത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കൂ, ആ റമദാനിൽ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെങ്ങാനും അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നു. നമ്മൾ ആവേശത്തോടുകൂടെ നിരന്തരം പ്രാർത്ഥിക്കുന്നത്, പടച്ച റബ്ബേ ആ റമദാനിൽ ജീവിക്കാൻ എനിക്ക് ആരോഗ്യവും ആയുസ്സും നൽകണേ എന്നാണ്. എന്തിനാ? നന്മകൾ പ്രവർത്തിക്കാൻ, പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ, ലൈലത്തുൽ ഖദർ ലഭിക്കാൻ. എന്നാൽ ഈ ലൈലത്തുൽ ഖദറും ആ നോമ്പും നമ്മുടെ ഖിയാമുൽ ലൈലുകളും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും നമ്മുടെ സ്വതക്കകളും നമ്മുടെ നന്മകളും ഒന്നും റബ്ബിന്റെ സമീപത്തേക്ക് ഉയരാത്തൊരവസ്ഥയെ കുറിച്ചിട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, അങ്ങനെ ഒരു അവസ്ഥയുണ്ട് സഹോദരങ്ങളെ. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏതാണ് ആ അവസ്ഥ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുന്ന ദിവസമാണത്. എല്ലാ അടിമകൾക്കും അല്ലാഹു അവർ ചെയ്തു പോയ തിന്മകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. ലാ യുശ്രികു ബില്ലാഹി ശൈആ. ഒറ്റ ഡിമാൻഡ്. എന്താ ഡിമാൻഡ്? അയാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളാവരുത്. അല്ലാഹുവല്ലാത്തവർക്ക് പ്രാർത്ഥനകളും ഇബാദത്തുകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്ന ഒരു മനുഷ്യനാവരുത്. കറകളഞ്ഞ തൗഹീദ് ഉൾക്കൊള്ളുന്ന അതിന്റെ വാഹകനായി ജീവിക്കുന്ന മനുഷ്യനാണോ അയാൾക്ക് അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയം. കാരണം എന്താ? നമുക്കൊക്കെ ഒരു വിശ്വാസമല്ലേ, നമ്മൾ ആരും ശിർക്ക് ചെയ്യുന്നില്ല, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല, ആ രൂപത്തിൽ നമ്മൾ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നവരല്ല. നമുക്ക് സമാധാനിക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണത് ഈ ഹിദായത്ത്, ഈ തൗഹീദ് എന്നുള്ളത്. എന്നാൽ ഈ തൗഹീദുള്ള മനുഷ്യർ, ഈ ശിർക്ക് ചെയ്യാത്ത മനുഷ്യർ, അവരെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, അവർക്കൊക്കെ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല, അയാളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. ആരാണ് അയാൾ? കാന ബൈനഹു വ ബൈന അഖീഹി ശഹനാ. അയാൾക്കും അയാളുടെ സഹോദരനും ഇടയിൽ പിണക്കമാണ്. കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ട്, ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. അവരെ കുറിച്ച് അവരുടെ അമാലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോ, അയാളുടെ നോമ്പ് അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോ, അയാളുടെ സദഖകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോ, രാവും പകലും ഉറക്കമിളച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അയാൾ ഖുർആൻ പാരായണങ്ങളിലെ അയാളെ അധ്വാനിച്ച സമ്പാദ്യത്തിൽ നിന്ന് അയാൾ കൊടുത്ത 2.5% സകാത്തില്ലേ, പാവപ്പെട്ടവരെ നമ്മുടെ സമീപത്തേക്ക് വന്നപ്പോ കണ്ടറിഞ്ഞുകൊണ്ട് ആരും അറിയാതെ നമ്മൾ കൊടുത്തതില്ലേ, പരസ്യമായി നമ്മൾ കൊടുത്തതില്ലേ, രഹസ്യമായി നമ്മളെ സഹായിച്ചതില്ലേ, രോഗശമനത്തിന് വേണ്ടി, മരുന്ന് വാങ്ങാൻ വേണ്ടി, ഭവന നിർമ്മാണത്തിന് വേണ്ടി, മസ്ജിദ് നിർമ്മാണത്തിന് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി എത്രയെത്ര സമ്പാദ്യങ്ങൾ നമ്മൾ റമദാനുകളിൽ ചെലവഴിക്കുന്നുണ്ട്. എത്ര നന്മകളാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നന്മകളൊക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്താ? പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു,
ഹാദൈൻ അൻദിറൂ ഹാദൈൻ അൻദിറൂ ഹാദൈൻ. അവന്റെ നമസ്കാരം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല, അവന്റെ ഉംറ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല, അവന്റെ നോമ്പ് എനിക്ക് ആവശ്യമില്ല, അവന്റെ ഖിറാഅത്ത് ഖുർആൻ പാരായണം എനിക്ക് ആവശ്യമില്ല, അവന്റെ സ്വതക്കകളും സദഖാത്തുകളും അവന്റെ നന്മകളൊക്കെ അവന് നിൽക്കട്ടെ. ഇതേ പ്രശ്നം അവനും അവന്റെ പെങ്ങളും തമ്മിൽ പിണക്കത്തില്ല, അവളും അവന്റെ ജ്യേഷ്ഠനും തമ്മിൽ പിണക്കത്തില്ല, അവനും അവന്റെ അനിയനും തമ്മിൽ പിണക്കത്തിലാണ്. അവര് കുടുംബബന്ധം മുറിച്ചിട്ടുണ്ട്, അവളങ്ങോട്ട് പോകാറില്ല, അവര് കണ്ടാൽ ചിരിക്കാറില്ല, അവര് സലാം പറയാറില്ല, സലാം പറഞ്ഞാൽ അവര് മടക്കാറില്ല, അവര് യോഗ സന്ദർശനം നടത്താറില്ല, അവര് ക്ഷണിക്കാറില്ല, നിക്കാഹിന് പോകാറില്ല, കല്യാണത്തിന് പോകാറില്ല. അവനൊന്ന് പോകട്ടെ അവിടേക്ക്, എന്നിട്ടൊന്ന് സലാം പറയട്ടെ, അവരൊന്ന് ആലിംഗനം ചെയ്യട്ടെ, അവരൊന്ന് കെട്ടിപ്പിടിക്കട്ടെ, അവരുടെ ബന്ധം വിച്ഛേദനം ഒന്ന് അറുത്തുമാറ്റട്ടെ, അവർ ആ ഒരു ബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കട്ടെ, ആ അറ്റുപോയ ബന്ധം ഒന്ന് വിളക്കി ചേർത്തിട്ട് മതി എനിക്ക് അവന്റെ നമസ്കാരവും അവന്റെ നോമ്പും അവന്റെ സകാത്തും അവന്റെ മറ്റു നന്മകളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്റെ വിശ്വാസികളെ, പ്രിയമുള്ളവരെ, റമദാനിലെ പ്രവേശിക്കുന്നവരെ, റമദാനിലൂടെ റയ്യാൻ കവാടവും കടന്ന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവരെ, നമ്മോട് ആ പ്രവാചകൻ പറയുന്നത് ഇല്ല, നമ്മുടെ അമാലുകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല, നമ്മുടെ അമാലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, അടിവരയിട്ടുകൊണ്ട് ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് വരച്ചു തന്നു, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല നീ. ആരോടാ? ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ, കുടുംബ ബന്ധം മുറിച്ചവൻ. ഇന്നതൊക്കെ ഒരു ഫാഷനാണ് അല്ലേ? 3 കൊല്ലായി ഞങ്ങളും ഉണ്ടാറില്ല, 4 കൊല്ലായി ഞാൻ അങ്ങോട്ടും പോകാറില്ല, ഓൻ ഇങ്ങോട്ടും വരാറില്ല. അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്നോട് പറയാറില്ല, പിന്നെ ഞാൻ എന്തിനാ ഓനോട് പറയുന്നത് ഇല്ലേ? ഇന്നതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അയാൾ ഒന്നാമത്തെ സഫിലുണ്ട് പള്ളിയിൽ, ഇമാമിന്റെ തൊട്ടു പിന്നിൽ അയാളുണ്ട്, അയാൾ പള്ളി കമ്മിറ്റിയിൽ അംഗമാണ്, അയാൾ ഇബാദത്തിന് സജീവമാണ്. റമദാൻ വരുമ്പോ അയാൾക്ക് ആവേശമാണ് ഇബാദത്ത് ചെയ്യാൻ, ഖിയാമുൽ ലൈലുകൾ നിർവഹിക്കാൻ, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാൻ, നിരന്തരം ദിക്റുകൾ പ്രവർത്തിക്കാൻ. പക്ഷേ തന്റെ അനിയനുമായി, തന്റെ പെങ്ങളുമായി, തന്റെ കുടുംബക്കാരുമായി ബന്ധം വിച്ഛേദിച്ചിട്ട് നീ നമസ്കരിച്ചിട്ടെന്ത് കാര്യം, നീ നോമ്പെടുത്തിട്ടെന്ത് കാര്യം, നീ ഖുർആൻ പാരായണം ചെയ്തിട്ടെന്ത് കാര്യം, ലക്ഷങ്ങൾ മുടക്കി കഅബയുടെ സമീപത്ത് ചെന്ന് മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിച്ചിട്ടെന്ത് കാര്യമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത് ഈമാൻ ഉള്ളവരോടാ, ഹൃദയത്തിൽ തഖ്വയുള്ളവരോടാ. ആ തഖ്വയുണ്ടാകണമെന്ന നോമ്പ് നോൽക്കുന്നവരോട് അല്ലാഹ് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, മനുഷ്യാവിനയം കാണിക്കാനുള്ള ഒരു മാനസിക പരിവർത്തനം നിനക്കുണ്ടാവണം. നിനക്ക് പറയാം, അവൻ എന്നോടല്ലേ തെറ്റ് ചെയ്തിട്ടുള്ളത്, അവൻ എന്നോടല്ലേ ബന്ധം വിച്ഛേദിച്ചിട്ടുള്ളത്, അവൻ എന്നെ ക്ഷണിക്കാത്തത് കൊണ്ടല്ലേ. ശരി തന്നെയാ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. വിശാല മനസ്സിന്റെ ഉടമയാവണം മുത്തഖിയായ ഈമാനുള്ള നീ. നോമ്പ് നിനക്കതിന് പ്രചോദനമാവണം. അങ്ങോട്ട് കയറിച്ചെന്ന് സലാം പറയാൻ നിനക്ക് മനസ്സുണ്ടാവണം. അതിന്റെ മാനസികമായ പരിവർത്തനം നിനക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് നീ മനസ്സിലാക്കണം, നോമ്പെനിക്ക് പ്രചോദനം തന്നിട്ടില്ല. അല്ലാഹ് ഉദ്ദേശിച്ച നോമ്പ് എനിക്ക് നോൽക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹ് പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ആ നോമ്പെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും, ഞാൻ ചെന്ന് സലാം പറയും. പിണക്കം മാറ്റാനുള്ള പരിശ്രമങ്ങൾ, അതിനുള്ള മുൻകൈ എടുക്കുന്നത് എന്റെ ഭാഗത്തു നിന്നായിരിക്കും. ഇത് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിലേറ്റവും അപകടകരമായ ബന്ധം അതാരുമായിട്ടുള്ളതുണ്ടാകാം, അത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുമായിട്ടുള്ളത്. അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ.
സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്തിരിക്കുന്നു നിന്റെ മാതാപിതാക്കളെ കുറിച്ച്. അനിഷ്കുർലി വലിവാലിദൈക, അവർക്ക് നീ നന്ദി ചെയ്യണം, എനിക്കും നീ നന്ദി ചെയ്യണം. എങ്ങനെയല്ല പറഞ്ഞത്? അനിഷ്കുർലി, എനിക്ക് നീ നന്ദി ചെയ്യണം, വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്ക്. ചില ആളുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ 3 തരം ആയത്തുകൾ കാണാം. അതിൽ 2 കാര്യങ്ങൾ ഇങ്ങനെ മക്രു ഇങ്ങനെ ചേർത്തിയിട്ടാ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലദീന യുഖീമൂന സ്വലാത വയുതൂന സകാത്ത്. നമ്മൾ കേൾക്കലുണ്ടാവും. എന്താ? നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ. ഇത് 2ഉം ചേർത്തിട്ടുണ്ടാവുക. ഇതിൽ ഒന്ന് ചെയ്തു മറ്റൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ് സ്വീകരിക്കില്ല. അള്ളാഹ്ക്കത് വേണ്ട അല്ലേ? നിസ്കരിക്കാൻ ഉഷാറാണ്, പക്ഷെ മറ്റത് പോക്കറ്റിൽ നിറങ്ങുന്നതാണ്, അതിനല്പം മടിയാണ്. അള്ളാഹ്ക്ക് ആവശ്യമില്ല നിന്റെ നിസ്കാരം. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാന്റെ പ്രവാചകനെയും അനുസരിക്കണം. അള്ളാഹിനെ അനുസരിക്കാനൊക്കെ തയ്യാറാണ്, ഖുർആനൊക്കെ ഓക്കെയാണ്, പക്ഷെ ഹദീസ് സുന്നത്ത് അതിനെ കൊണ്ട് പറ്റില്ല, വേണ്ട. അള്ളാഹുവിന് അനുസരണം ആവശ്യമില്ല. അവസാനത്തേത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്തിലൂടെ പറഞ്ഞത് അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും. നിസ്കരിക്കാൻ തയ്യാറാണ്, നോമ്പെടുക്കാൻ തയ്യാറാണ്, ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോകാൻ തയ്യാറാണ്, സകാത്ത് എല്ലാത്തിനും ഒക്കെയാണ്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, തന്റെ മാതാവിനോടുള്ള സംസാരം, തന്റെ പിതാവിനോടുള്ള ഇടപെടലുകൾ, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കണ്ണു നനയ്ക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ നിന്റെ നമസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല, നിന്റെ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല, നിന്റെ നന്മകൾ അല്ലാഹുവിന് ആവശ്യമില്ല. നീ അതൊക്കെ നന്ദിയായിട്ട് അല്ലാഹുവിന് പ്രവർത്തിക്കുന്നതാവാം. പക്ഷേ വലിവാലിദൈക, എന്റെ മാതാപിതാക്കളോടുള്ള സംസാരവും പെരുമാറ്റവും അത് ശ്രദ്ധിക്കാതെ അല്ലാഹുക്ക് ആവശ്യമില്ല. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ വഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. വാർദ്ധക്യ സഹജമായ സന്ദർഭത്തിൽ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള ഭാഗ്യം മനുഷ്യ നിനക്ക് ലഭിച്ചാൽ അതൊരു ഭാഗ്യമാണ്. പലർക്കും അതൊരു ഭാരമാണ് അല്ലേ? 2 മാസം ഞാൻ നോക്കാം, 2 മാസം നീ നോക്കിക്കോ അല്ലേ? നിന്റെ മാത്രം പാപ്പല്ലല്ലോ, എന്റെയും കൂടെ പാപ്പല്ലേ? ഇന്ന് നമ്മൾ ഷെയർ ചെയ്താണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ ഭാഗ്യമെങ്ങാനും നിനക്ക് ലഭിച്ചു പോയാൽ അവരെ വേദനിപ്പിക്കുന്ന ഒരു സംസാരവും നിന്റെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, ചെയ്യുന്ന പോലും നീ പറഞ്ഞു പോകരുത്. വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ സംസാരം മാത്രമേ നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാവൂ. അവരെ നീ വിരട്ടരുത്, നീ തുറിച്ചു നോക്കരുത്. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നീ വിരിച്ചു കൊടുക്കണം. ഇതൊക്കെ പറയാൻ മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്കറിയാം. ഞാൻ അങ്ങോട്ടൂടെ പോയി കഴിഞ്ഞാൽ സമയം അതിക്രമിക്കും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അല്ലേ? ആ സമയം വല്ലാത്തൊരു സമയമാണ്. ഞാൻ എന്റെ മക്കൾക്കൊക്കെ ഭാരാകുന്നുണ്ടോ, അവർക്കൊക്കെ ഒരു ഒരു പ്രയാസമായി മാറുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന, എന്ന് അവർ സ്വന്തത്തോട് ചോദിക്കുന്ന ആ ഒരു സമയം, അവിടെ നമുക്ക് പ്രായം നോക്കി നമ്മുടെ മാതാപിതാക്കളോട് പറയാൻ കഴിയണം. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനോടും പിതാവിനോടും, ഉമ്മാ നിങ്ങൾ ഞങ്ങൾക്കൊരു ഭാരമല്ല, ഞങ്ങൾക്കൊരു ഭാഗ്യമാണ്, ഈ വീടിന്റെ വിളക്കാണ്, ഞങ്ങളുടെ ഐശ്വര്യമാണ്, ഞങ്ങളുടെ സമാധാനമാണ്, ഞങ്ങളുടെ സന്തോഷമാണ് എന്ന് പറയാൻ കഴിയണം. കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വിരിച്ചു കൊടുത്തു. പോരാ, ഇതൊക്കെ ചെയ്താല് ഓരോടുള്ള കടപ്പാടും ബാധ്യതയും തീരുമെന്നാണോ ധരിച്ചത്? ഇല്ല. ജീവിതത്തിൽ
അവരുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അത് നിങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താ? അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ റബ്ബിർഹംഹുമാ, എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ. ഇന്ന് വെട്ടിക്കൊല്ലാണ്, ഇന്ന് കുത്തിക്കൊല്ലാണ്, ഇന്ന് മാനസികമായി കൊല്ലാണ്, ശാരീരികമായി കൊല്ലാണ്, പീഡിപ്പിക്കുകയാണ്, പ്രയാസപ്പെടുത്താണ്, കണ്ണുനീരുകൾ വീഴ്ത്താണ്. സഹോദരങ്ങളെ, അവരുടെ ഒരു തുള്ളി കണ്ണുനീര് ഈ ഭൂമിയിലേക്ക് ഉറ്റി വീണാൽ നമ്മൾ തീർന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യരാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്. അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം, പിടിപ്പിക്കാൻ കഴിയണം. അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റി വളർത്താൻ നമുക്ക് സാധിക്കണം. എന്തിനാ? റമദാനിലേക്ക്, റയ്യാനിലേക്ക് എന്നുള്ളൊരു വിഷയം സമാപിക്കുമ്പോ അതിന്റെ അവസാനത്തിൽ ഈ ഒരു സംസാരം. ഇവിടെ പാകപ്പിഴവ് വന്നാൽ റമദാനും ഇല്ല, റയ്യാനും ഇല്ല, സ്വർഗവുമില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരികളെ, ഞാൻ അവസാനിപ്പിക്കാം. ഈ വരുന്ന റമദാൻ നമ്മൾ കേട്ട ചില ഹദീസുകൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഗൗരവമുള്ള സംസാരങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. ഇത് നമുക്ക് പരിവർത്തനം ഉണ്ടാക്കണം, നമ്മുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാവും. കഴിഞ്ഞ പോയ റമദാനുകളെ പോലെയല്ല ഈ വരുന്ന റമദാൻ. അതിനെ തഖ്വയോടുകൂടെ സ്വീകരിക്കാനാണ് ഞാൻ തയ്യാറായിട്ടുള്ളത്. ഈ ഒരു പ്രതിജ്ഞയോടുകൂടെയാണ് ഞാൻ നിങ്ങളും ഈ വീട്ടിൽ നിന്നും ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ യാത്ര പറയുന്നത്. തഖ്വയിൽ അധിഷ്ഠിതമായ ഇതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാകാം, പിന്നെയാവാം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. എത്ര ആളുകളാണ് കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പമുള്ള എത്രയോ ആളുകൾ, എത്രയോ പ്രവർത്തകർ, നമ്മുടെ പള്ളിയിൽ സജീവമായിരുന്നവർ, ചെറുപ്പക്കാരായ ആളുകൾ, ഒരു രോഗവുമില്ലാത്ത ആളുകൾ നമ്മോട് യാത്ര പറഞ്ഞിട്ടില്ലേ? അവരൊക്കെ ഒന്ന് കബറിനടിയിലല്ലേ? നമ്മളിൽ ആർക്കൊക്കെയാണ് അടുത്ത റമദാൻ അറിയില്ല. അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് തഖ്വയോടുകൂടെ ഈ റമദാനിനെ സ്വീകരിക്കാനും, തഖ്വയോടുകൂടെ ഈ റമദാനിൽ ഒരുപാട് സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.